ദയാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും കരയറ്റുകയും ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, HTCയുടെ പിൻപിൽ അത്യുദ്ധാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് ആരംഭിച്ചു. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ആ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച ക്ലാസ് ആനന്ദ വർണ്ണന എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചിന്തിപ്പാൻ തുടങ്ങിയത്. ആനന്ദ വർണ്ണനകൾ. സ്തോത്രം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 12 വാക്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭ അധ്യായത്തിലെ 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയാണ് ഗിരിപ്രഭാഷണം. അതിലെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ആനന്ദ വർണ്ണനകൾ എന്ന തലക്കെട്ടിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാൻ ആരംഭിച്ചത്. ഒരു മുഖവുര കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. വളരെ വിശാലമായി കിടക്കുന്ന വിഷയമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് മുഴുവൻ പഠിക്കാനും നോട്ട് എഴുതാനും ഒക്കെ പറ്റുന്ന ആളുകൾക്കിത് നിശ്ചയമായിട്ടും ഒരു ആത്മിക പ്രചോദനമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. പിന്നെ ഇതൊരു പ്രസംഗമല്ല, ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പ്രസംഗത്തിന്റെ ആസ്വാദനം കിട്ടുകയില്ല. അത് ഇതിനകത്ത് കൂടുതലും നമുക്ക് പഠനത്തിനും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മൾ ഇന്ന് 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയാണ് പ്രധാനമായും ആനന്ദ വർണ്ണനകൾ കാണുന്നത്. 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 12 വരെയാണ് കാണുന്നത്. എന്നാൽ അതിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു മുഖവരയായിട്ട് 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആ ആനന്ദ വർണ്ണനകളിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. പ്രധാനമായും കർത്താവ് ശിഷ്യന്മാരോടാണ് ഈ ഗിരിപ്രഭാഷണത്തിലെ പ്രസക്ത കാര്യങ്ങൾ, ഈ ആനന്ദ വർണ്ണനകളും ഒക്കെ പറയുന്നെങ്കിലും ഇവിടെ പുരുഷാരത്തെയും നാം കാണുന്നുണ്ട്. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ അവരെ സൗഖ്യമാക്കി ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദിയ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അതേ പുരുഷാരം തന്നെയാണ് ഇവിടെ കർത്താവ് ഈ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മലമേൽ കയറി ഇരുന്നു കൊണ്ട് താൻ തൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ പ്രഭാഷണം, ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ അവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന പുരുഷാരവും 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ കണ്ട സെയിം പുരുഷാരം തന്നെ ആകാനാണ് സാധ്യത. സ്തോത്രം. എന്താണെങ്കിലും ഈ പുരുഷാരത്തെ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ കാണാൻ കഴിയുന്നു. പുരുഷാരവും കർത്താവും തമ്മിലുള്ള ഒരു നല്ല ബന്ധം സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നു. പുരുഷാരത്തിന്റെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നു. അപ്പോൾ ഈ പുരുഷാരം എന്നുള്ള പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാധാരണപ്പെട്ട ആളുകളുമായി വരെ വളരെ ഇടപഴകി ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നത്. സ്തോത്രം. ഇവിടെ പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ പതിവിന് വിപരീതമായി അവൻ എന്താണ് ചെയ്തത്? മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമായി. പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവ് ചെയ്തത് അവൻ മലമേൽ കയറി ആ മലയിൽ കർത്താവ് ഇരുന്നു. സ്തോത്രം. ഈ മല ഏതാണെന്നുള്ളതിന് യാതൊരു തെളിവും നമുക്കില്ല. പക്ഷേ
ഗലീല കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു മലഞ്ചരിവാണ് ഇവിടെ പറയുന്ന മലയെന്നുള്ളത് നമുക്ക് ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ എഴുത്തുകാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ എടുത്തു പറയുകയാണ്, അവൻ മലമേൽ കയറി ആ മലമേൽ ഇരുന്നു എന്ന്. അങ്ങനെ മത്തായി പറയണമെങ്കിൽ അതിനെന്തോ ഒരു സവിശേഷതയുണ്ട്. അല്ലെങ്കിൽ കർത്താവ് മലമേൽ കയറി ആ മലമേൽ ഇരുന്നു എന്നൊക്കെ, അതിനൊക്കെ എന്ത് സവിശേഷതയായിരിക്കുന്നത്? എന്തെങ്കിലും ഒരു സവിശേഷത ഇല്ലെങ്കിൽ മത്തായി അത് അങ്ങനെ തന്നെ വ്യക്തമായി പറയാൻ സാധ്യതയില്ല. സ്തോത്രം. പഴയ കാലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ കാലത്തെ ഗുരുക്കന്മാരും റബിമാരുമൊക്കെ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നതും ശിഷ്യന്മാരോട് സംസാരിക്കുന്നതും ഒക്കെ ഇന്നത്തെ പോലെ ഒരു ക്ലാസ് റൂമിനകത്തൊന്നും ഇരുന്നല്ല. പ്രത്യേകിച്ച് ഗ്രീക്ക് തത്വചിന്തകന്മാരും മറ്റ് ഗുരുക്കന്മാരും റബിമാരും ഒക്കെ തങ്ങളുടെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് കൂടുതലും വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ആ നടന്നു പോകുന്ന പാതകളിൽ വെച്ചാണ് അവരോട് സംസാരിക്കുകയും സഞ്ചാരമധ്യത്തിൽ വെച്ചാണ് അവരോട് ഗൗരവമുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ സ്തോത്രം, വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗൗരവമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴാണ് പൊതുവെ ഈ ഗുരുക്കന്മാര് എവിടെയെങ്കിലും ഇരിക്കുന്നത്, എവിടെയെങ്കിലും ഈ റബ്ബിമാര് ഇരിക്കുന്നത് പതിവുള്ളത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തോ അതിഗൗരവമുള്ള ചില കാര്യങ്ങൾ ഇവരോട് സംസാരിക്കാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഞാനതിന് ഒരു തെളിവ് കൂടെ കർത്താവ് ഇരുന്നു എന്നുള്ളതിന് ചൂണ്ടിക്കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മാതൃ പള്ളിയായ അല്ലെങ്കിൽ നസ്രയത്തു പള്ളിയിലേക്ക് വരികയാണ്. നസ്രയത്തു പള്ളിയിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. നസ്രയത്തു പള്ളിയിൽ കർത്താവ് വരുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്ന. അപ്പം കർത്താവ് തൻ്റെ പള്ളിയിൽ നമ്മുടെ മാതൃസഭ എന്നൊക്കെ പറഞ്ഞ പോലെ കർത്താവിൻ്റെ ഒരു മാതൃപള്ളി എന്ന് പറയാം. സ്തോത്രം. നസ്രയത്ത് പള്ളിയാണ്. ആ പള്ളിയിൽ കർത്താവ് ചെന്നിട്ട് പതിവ് പോലെ സ്ഥിരമായി കർത്താവ് ചെയ്യുന്നത് പോലെ അവൻ എന്ത് ചെയ്തു? പള്ളിയിൽ ചെന്നിട്ട് വായിപ്പാൻ എഴുന്നേറ്റു. അപ്പോൾ അവിടുത്തെ ഈ തിരുവെഴുത്ത് കൊണ്ട് കൊടുക്കുന്ന ആൾ കൊണ്ടുവന്ന യെശയ്യാ പ്രവചനമാണ് യേശുവിൻ്റെ കയ്യിൽ വായിപ്പാൻ കൊണ്ടുവന്ന് കൊടുത്തു. കർത്താവ് ആ പുസ്തകം വിടർത്തി യെശയ്യാ പ്രവചനം വായിക്കുകയാണ്. 18-19 വാക്യങ്ങളിൽ കർത്താവ് വായിക്കുന്നത് തന്നെ കുറിച്ച് തന്നെയാണ്. എന്നിട്ട് നമ്മൾ കാണുന്നത് 20-ാം വാക്യത്തിൽ കാണുന്നത് പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരിച്ചു കൊടുത്തിട്ട് കർത്താവ് അവിടെ ഇരുന്നു എന്നാണ് വായിക്കുന്നത്. കണ്ടോ? പള്ളിയിലുള്ളവരുടെ എല്ലാം കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. അവർ കർത്താവ് അവിടെ ഇരുന്നു എങ്കിൽ എന്തോ അതിഗൗരവമുള്ള കാര്യം കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. കർത്താവ് ഈ വായിച്ച ഭാഗത്തിന്റെ വ്യാഖ്യാനം ആ ജനത്തോട് അറിയിക്കുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പഴയ കാലങ്ങളിൽ ഗുരുക്കന്മാർ, റബിമാർ, ഗ്രീക്ക് തത്വചിന്തകന്മാരൊക്കെ റോഡ് സൈഡിൽ കൂടെയും മലയോരങ്ങളിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവരുടെ കൂടെ പോവുകയും ശിഷ്യന്മാർ ആ സമയങ്ങളിൽ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ എന്തെങ്കിലുമൊക്കെ അതിഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ നടത്തം നിർത്തിയിട്ട് എവിടെയെങ്കിലും ഇരിക്കും. ഇവിടെ ആ ഒരു പാറ്റേണിലാണ് മത്തായി 5 തുടങ്ങുമ്പോൾ തന്നെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ പുരുഷാരത്തെ കണ്ടാറേ
മലമേൽ കയറി ആ മലമേൽ ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരു കാര്യം, 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ഈ ഒരു ഭാഷാപ്രയോഗം വളരെ മനോഹരമായി തോന്നി. സാധാരണ ഈ തിരുവായി മൊഴിഞ്ഞെന്നൊന്നും നമ്മുടെ ഇടയിൽ ആരും ഉപയോഗിക്കുന്ന ഒരു പദമല്ല. ഇപ്പം കർത്താവിന്റെ ദാസൻ ബിജു മാത്യു പറയുകയാണ്, തുടർന്ന് കർത്താവിന്റെ ദാസൻ റജിപ്പാസ് തിരുവായി മൊഴിയുമെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതേ ഒട്ടിനി പറയുമെന്ന് തോന്നുന്നില്ല, ആരും പറയുകയല്ല. കാരണം അങ്ങനെ ഒരു പദപ്രയോഗം സാധാരണ ആരും ഉപയോഗിക്കുന്നതല്ല. പിന്നെ ഈ തിരുവായി മൊഴിഞ്ഞു എന്നുള്ള ഈ ഒരു പ്രയോഗം ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയാമോ? രാജാക്കന്മാർ സംസാരിക്കുമ്പോഴാണ്, രാജാക്കന്മാരുടെ സംസാരത്തിനാണ് തിരുവായി മൊഴിഞ്ഞു എന്ന ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷകൻ പ്രത്യേകിച്ചും കർത്താവിനെ യഹൂദന്മാരുടെ രാജാവായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മത്തായി യേശുവിനെ വിശേഷിപ്പിക്കുന്ന യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. അപ്പോൾ കൂടാതെ സക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇരുന്ന് സംസാരിച്ചത് ഗുരുവാണെങ്കിലും തിരുവായി മുഴിഞ്ഞത് രാജാവായിട്ടാണ്. സ്തോത്രം. ഇരുന്ന് സംസാരിച്ചത് ഗുരുവായിട്ട് തന്നെയാണ്. നോക്കിക്കേ, ഗുരുവാണ് ഇരുന്ന് സംസാരിച്ചത്. മരണത്തിന്റെ മേലും ശാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും സകലത്തിന്റെ മേലും അധികാരമുള്ള യേശു ക്രിസ്തു താൻ രാജാവാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഗുരുവായിട്ടാണ്. സ്തോത്രം. എന്നാൽ ഗുരുവായിരിക്കുമ്പോൾ തന്നെ അവൻ രാജാവുമാണ്. അവൻ ഗുരുവായിരിക്കുമ്പോൾ തന്നെ അവൻ ആരുമാണ്? രാജാവുമാണ്. അതാണ് തിരുവായി മൊഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ രാജാവ് പറയുന്ന രാജകീയ കൽപ്പനകളുടെ ഒരു വിളംബരമാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ പ്രമേയം. രാജാവ് പറയുന്ന രാജകീയ കൽപ്പനകളുടെ ഒരു വിളംബരമാണ്. അപ്പോൾ ഇത് രാജാവിന്റെ അഭിപ്രായമല്ല, ഇത് കർത്താവിന്റെ അഭിപ്രായമല്ല, ഇത് രാജകീയ വിളംബരമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ തിരുവായി മൊഴിഞ്ഞു എന്ന ഒരു പദപ്രയോഗം കാണുന്നത്. ഇനി നമുക്ക് ആനന്ദവർണ്ണനകളുടെ 1-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. 3-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നമ്മൾ ആനന്ദവർണ്ണനകളിലോട്ട് ഇപ്പൊ കയറുന്നേ ഉള്ളൂ. ഇത് അതിലേക്കുള്ള ഒരു മുഖവരയാണ് 1, 2 വാക്യങ്ങളിലൂടെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത്. നമുക്ക് ഈ 3-ാം വാക്യം ഇന്ന് തീർക്കാൻ കഴിയത്തില്ല. നമ്മൾ കണ്ടിന്യൂ ആയിരിക്കും വ്യാഴാഴ്ച ദിവസം അതിന്റെ വാക്യം. നമുക്ക് ശ്രദ്ധിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എത്ര ആനന്ദവർണ്ണനകൾ ഈ ഭാഗത്തുണ്ടെന്ന് ചോദിച്ചാൽ വ്യത്യസ്തകരമായ അഭിപ്രായങ്ങളുണ്ട്. ഈ 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ചില ആളുകൾ 9 ആനന്ദവർണ്ണനകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ ആനന്ദവർണ്ണന എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് എടുത്തു പറയുന്നില്ല. ചില ആളുകൾ പറയുന്നു 9 അല്ല 8 എണ്ണമേ ഉള്ളെന്ന് പറയുന്നു. ഞാനും യോജിക്കുന്നത് 8 എണ്ണം എന്നുള്ളതിനോടാണ് ഞാനും യോജിക്കുന്നത്. വായിക്കുമ്പോൾ 9 എണ്ണം ഉള്ളതായിട്ട് മനസ്സിലാക്കാം, പക്ഷെ അതിനെ 8 എണ്ണം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ 7 പ്രാവശ്യമാണ് ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 3 മുതൽ
9 വരെയുള്ള വാക്യങ്ങളിൽ 7 പ്രാവശ്യമാണ് കാണുന്നത് ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ. എന്നാൽ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് 2 പ്രാവശ്യം കാണാൻ കഴിയുന്നുണ്ട് ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് മൊത്തം 9 എന്ന് ഇവർ പറയുന്നത്. എന്നാൽ 8 എന്ന് ഞാൻ പറയാനുള്ള കാരണം 10-ാം വാക്യവും 11-ാം വാക്യത്തിലും ഓരോന്ന് വീതമാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നെങ്കിലും ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ 2 കാര്യം ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? 10-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക്. 11-ാം വാക്യം നിങ്ങൾ നോക്കിയേ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. 10-ലും 11-ലും പറയുന്ന കാര്യം ഒരേ കാര്യമാണ്. അതുകൊണ്ട് അതിനെ 2ആയി കാണുന്നത് 1ആയി കണ്ടത് കൊണ്ടാണ് 8 ആനന്ദ വർണ്ണനകൾ എന്ന് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്നത് 10-ാം വാക്യത്തിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് 11-ാം വാക്യത്തിലെ എന്നുള്ളതാണ് ചില വേദചിന്തകന്മാരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് നമ്മൾ 1, 2 കൂട്ടി വരുമ്പോൾ 9 തോന്നുമെങ്കിലും 10ഉം 11ഉം ഏകദേശം ഒരേ കാര്യമായതുകൊണ്ടാണ് നമ്മളതിനെ 2ഉം കൂടെ 1ആയി കണക്കാക്കി ഈ മൊത്തം അത് 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 8 ആനന്ദ വർണ്ണനകൾ എന്ന ഒരു അനുമാനത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 8 ആനന്ദ വർണ്ണനകൾ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്, ഒന്നുകൂടെ ഇറങ്ങി പറയാം, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ശരിയായ മനോഭാവങ്ങളാണ് ഈ 8 ആനന്ദ വർണ്ണനയുടെ രൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് സാധാരണ പറയാറുള്ളത് ഇത് ദൈവരാജ്യത്തിലെ പ്രജകൾ അനുശാസിക്കേണ്ട നിയമങ്ങളാണ്, നിബന്ധനകളാണ് ഗിരിപ്രഭാഷണം എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശരിയായ മനോഭാവങ്ങളാണ് ഈ 8 ആനന്ദ വർണ്ണനകളുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ട മനോഭാവങ്ങളാണ് ഈ 8 ആനന്ദ വർണ്ണനകളായി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മനോഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ 8 മനോഭാവങ്ങളുണ്ട്. ഈ മനോഭാവങ്ങൾ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോഴാണ് നാം ശരിയായിട്ടുള്ള ആനന്ദത്തിലേക്ക് ശാരീരികവും മാനസികവുമായി നാം പ്രവേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ മനോഭാവങ്ങൾ വളർത്തിയെടുക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പൊ നാം ഓരോരുത്തരും ശരിയായിട്ടുള്ള ഇവിടെ പറയുന്ന ഈ മനോഭാവങ്ങൾ, ഈ 8 മനോഭാവങ്ങൾ നാം വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ നാം ശരിയായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമ്മൾ ശാരീരികവും മാനസികവുമായി നാം പ്രവേശിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ ഈ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ ഈ 8 ആനന്ദ വർണ്ണനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗം കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. രണ്ടാമത്തെ ഭാഗം ആ കണ്ടീഷൻ പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹവുമാണ്. അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കാം. ഈ ആനന്ദ വർണ്ണനകളുടെ ആദ്യ ഭാഗം കണ്ടീഷനാണ്, വ്യവസ്ഥയാണ്. രണ്ടാം ഭാഗം ആ വ്യവസ്ഥ അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 5:3 തന്നെ നോക്കിയേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണല്ലോ. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ ഒന്നാമത് പാലിക്കേണ്ട കാര്യമാണ് ആത്മാവിൽ ദരിദ്രരാകുക. രണ്ടാമത് അതേ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം അങ്ങനെ ഉള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് എന്ത്?
സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇനി 5-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിച്ചാൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ ശരിയായ ആത്മീക ദുഃഖം ഉള്ളവരാരോ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാണ് ആദ്യത്തെ ഭാഗം, കണ്ടീഷൻ. ശരിയായ ആത്മീക ദുഃഖം അനുഭവിക്കുക. അതിന്റെ അനുഗ്രഹം എന്താ? ശരിയായ ആത്മീക ദുഃഖം അനുഭവിക്കുന്നവർക്ക് അവർക്കുള്ള അനുഗ്രഹം, അവർ ആശ്വാസം പ്രാപിക്കും, ആശ്വാസം ലഭിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ ആനന്ദവർണ്ണനകളുടെ ആദ്യ ഭാഗം വ്യവസ്ഥയായും 2-ാം ഭാഗത്തെ അനുഗ്രഹമായിട്ടുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വേദപുസ്തകം മൊത്തം നിങ്ങൾ പഠിച്ചു നോക്കൂ. ഓരോ അനുഗ്രഹവും ബൈബിളിൽ, വേദപുസ്തകം അനുശാസിക്കുന്ന ഒരു അനുഗ്രഹവും, വ്യവസ്ഥ കൂടാതെയുള്ള ഒരു അനുഗ്രഹവും ബൈബിളിലില്ല. നമ്മുടെ ആളുകളൊക്കെ ആവേശത്തിൽ പ്രസംഗിക്കും ദൈവം അനുഗ്രഹിക്കുമെന്ന്. പക്ഷെ ഒരിക്കലും ദൈവം വെറുതെ ആരെ അനുഗ്രഹിക്കുകയില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ്. അപ്പൊ എല്ലാ അനുഗ്രഹത്തിനും ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയില്ലാതൊരു അനുഗ്രഹവും ദൈവം വെക്കാറില്ല. എന്ന് പറഞ്ഞാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം വൃത്തിയായിട്ടങ്ങ് ചെയ്താൽ അനുഗ്രഹം നമ്മുടെ പുറകെ വരുമെന്നുള്ളതാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ 3-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ താഴെ പറയുന്ന 8 അനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ 8 ആനന്ദവർണ്ണനകളുടെ അല്ലെങ്കിൽ 8 അനുഗ്രഹങ്ങളുടെ പ്രവേശന കവാടമാണ് ഈ 3-ാം വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ട് പറയുന്ന ഈ 8 അനുഗ്രഹങ്ങളുടെ ആനന്ദവർണ്ണനകളുടെ പ്രവേശന കവാടമാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന വ്യവസ്ഥ പാലിക്കുന്നവർക്ക് മാത്രമേ താഴോട്ട് പറയുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും പ്രാപിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണെന്നറിയാമോ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ പ്രവേശന കവാടം. ഈ പ്രവേശന കവാടം ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് താഴോട്ടുള്ള ഒരു അനുഗ്രഹവും ഒരു ആനന്ദ വർണ്ണനകളും ഒരു ആനന്ദവും അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രവേശന കവാടത്തിൽ കൊടുത്തിരിക്കുന്നത് നാം ആ വ്യവസ്ഥ പാലിച്ചാൽ താഴോട്ടുള്ള അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ കഴിയും എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ഈ 3-ാം വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത മറ്റൊന്നുമല്ല, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളെന്ന് പറയുന്ന ഈ ആനന്ദ വർണ്ണന വിശ്വാസികൾക്ക് മാത്രമല്ല, ഇത് അവിശ്വാസികളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള വിഷയമാണ് ഈ 3-ാമത്തെ വാക്യം, 5-ന്റെ 3. നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് ഇത് അവിശ്വാസികൾക്ക് എങ്ങനെ ബാധകമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വിശ്വാസിക്ക് ഇതെങ്ങനെ ബാധകമാകുന്നു എന്നുള്ളതും ചിന്തിക്കാം. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെയും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ചു വേണം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് ഇതിനകത്തുനിന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താണ് ആത്മാവിൽ ദരിദ്രരായവർ? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ആത്മാവിൽ ദരിദ്രരായവർ? ഇവിടെ പറയുന്ന ദരിദ്രർ, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പൂവർ. ദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ദരിദ്രന്മാർക്കാണ് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്ന ദരിദ്രർ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ ദരിദ്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നത് സമ്പത്തൊന്നുമില്ലാതെ, ജീവിക്കാൻ ആവശ്യമായ പണം കയ്യിലില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ പേരാണ് നമ്മുടെ കൺസെപ്റ്റിൽ എന്ത്? ദരിദ്രൻ. അതാണ് നമുക്ക് ആദ്യം വരുന്നത്. ദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ദരിദ്രൻ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഇതാണ്. സാമ്പത്തികമായി ഒരു ഉയർച്ചയില്ലാതെ,
ജീവിക്കാനുള്ള പണം കയ്യിലില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നവരെയാണ് നമ്മൾ ദരിദ്രർ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇത് മാത്രമല്ല ദാരിദ്ര്യം. ദാരിദ്ര്യങ്ങൾ വേറെ പലതുമുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ആശയ ദാരിദ്ര്യം എന്നൊരു പദമുണ്ട്. TV ചർച്ചകളിലൊക്കെ കേട്ടറിയാം. ആശയ ദാരിദ്ര്യം, വിഷയ ദാരിദ്ര്യം. അപ്പൊ എന്താ അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ചോദിച്ചാൽ, നമുക്ക് ദാരിദ്ര്യത്തിന് ഒരു നിർവചനം കൊടുക്കാം. അതിങ്ങനെയാണ്: ഏതോ ഒന്നിന്റെ അഭാവമാണ് ദാരിദ്ര്യം. നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏതോ ഒന്നിന്റെ അഭാവമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ആശയമായിരിക്കാം, നിന്റെ കയ്യിലില്ല, അപ്പോൾ അതിന്റെ ദാരിദ്ര്യം. പണമായിരിക്കാം, അപ്പോൾ അതിന്റെ ദാരിദ്ര്യം. ആരോഗ്യമില്ല, അപ്പോൾ ആരോഗ്യത്തിന്റെ ദാരിദ്ര്യം. സന്തോഷമില്ല, സന്തോഷത്തിന്റെ ദാരിദ്ര്യം. അപ്പൊ ഏതോ ഒന്നിന്റെ, നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏതോ ഒന്നിന്റെ അഭാവമാണ് ദാരിദ്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കാണുന്നതിനെയല്ല ദാരിദ്ര്യം എന്ന് കേട്ടാൽ ഉടനെ അതിനെ സാമ്പത്തിക ദാരിദ്ര്യമായിട്ട് നമ്മൾ ചിത്രീകരിക്കരുത്. വിവിധ വിഷയങ്ങൾക്ക് ദാരിദ്ര്യം. എന്താണ് ഇവിടെ ഈ 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഉദ്ദേശിക്കുന്ന ദാരിദ്ര്യം എന്താണ്? കർത്താവായ യേശുക്രിസ്തു ഒരു യഹൂദനായതുകൊണ്ട് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന യഹൂദന്മാരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇനി 2 പശ്ചാത്തലങ്ങളുണ്ട് ഈ വാക്യത്തിന്. ഒന്ന് വേദപുസ്തക പശ്ചാത്തലമുണ്ട്, ഈ വാക്യത്തിനുണ്ട്. 2 കൂടാതെ ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടെ വരുന്നുണ്ട്. നമുക്ക് രണ്ടും പരിശോധിച്ചാൽ ഇതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. വേദപുസ്തക പശ്ചാത്തലത്തിൽ ഒരാളെ ദരിദ്രൻ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? വേദപുസ്തക പശ്ചാത്തലത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞത് മാനുഷികമായിട്ടുള്ള ദാരിദ്ര്യം എന്നുള്ള ചിന്താഗതി എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് ദരിദ്രൻ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തക പശ്ചാത്തല പ്രകാരം എന്താണ് ഈ ദാരിദ്ര്യം, അല്ലെങ്കിൽ വേദപുസ്തക പശ്ചാത്തലത്തിൽ എന്താണ് ഈ ആത്മീക ദാരിദ്ര്യം അല്ലെങ്കിൽ ആത്മാവുള്ള ദാരിദ്ര്യം? നമുക്കൊരു വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. പഴയ നിയമത്തിൽ നിന്ന് സഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം. സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം: ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. അപ്പോൾ ഈ പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിലും ഈ ആശയങ്ങൾ മാറി മാറി ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഒരേ ആശയത്തിന് 2 വാക്കുകൾ ചേർത്ത് പറയുകയാണ് ഇവിടെ. അത് ഇവിടെ മാത്രമല്ല, പലയിടത്തും അങ്ങനെ ഒരേ ആശയമുള്ള 2 വാക്കുകൾ ചേർത്ത് പറയും. ഇവിടെയും അങ്ങനെ ചേർത്ത് പറയുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഏതാണ് 2 വാക്കുകൾ പറയുന്നത്? ഒന്ന് താഴ്മ, 2 ദാരിദ്ര്യം. അപ്പോൾ ഇവിടെ പറയുന്ന ദാരിദ്ര്യത്തിന്റെ അർത്ഥം താഴ്മ എന്നുള്ളതാണ്. സഫന്യാവ് 3:12 പറയുന്ന ദാരിദ്ര്യത്തിന്റെ അർത്ഥം താഴ്മ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അടുത്തത് പറയുന്നത് അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ആരാണ് യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കുന്നത്? ഒരു സംശയവുമില്ല, താഴ്മയുള്ളവർ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവർ, ആത്മാവിൽ ദരിദ്രരായവരാണ് യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അവൻ താഴ്മയുള്ളവനാണ്. ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അവൻ താഴ്മയുള്ളവൻ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെയും
ഇതേ ആശയങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ട്. യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത പദം ശ്രദ്ധിക്കണം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും. കണ്ടോ, അവിടെ 2 പദങ്ങളുണ്ട്. ഒന്ന് അരിഷ്ടൻ, 2 മനസ്സ് തകർന്നവൻ. ഇവിടെ അരിഷ്ടൻ എന്നുള്ളതിന് പുവർ എന്നാണ്, ദരിദ്രൻ എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ 40-ാം സങ്കീർത്തനം നിങ്ങൾ പരിശോധിച്ചാൽ 40-ാം സങ്കീർത്തനത്തിനകത്തും 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, പുവർ ആൻഡ് നീഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആരായി പറയുന്നത്? ഞാനോ എളിയവനും ദരിദ്രനും ആകുന്ന ആരായി പറയുന്നത്? ആരാ പറയുന്നത്? രാജാവായിട്ടുള്ള ദാവീദാണ് പറയുന്നത്. രാജകീയ അഭിഷേകം തലയിൽ വീണ രാജാവായിട്ടുള്ള ദാവീദാ പറയുന്നത്, ഞാൻ ആരാണ്? ഞാൻ ദരിദ്രനാണ്, ഞാൻ എളിയവനാണ്. അപ്പൊ സാമ്പത്തിക ഞെരുക്കമുള്ള പുള്ളി അല്ല. രാജാവ് പറയാണ്, ഞാൻ ദാരിദ്ര്യമുള്ളവനാണ്, ഞാൻ എളിയവനാണ്. അപ്പൊ ഇത് ആത്മീക ദാരിദ്ര്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ എളിയവൻ എന്ന് പറയുന്നത് എന്താ? താഴ്മയെ കുറിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ദാരിദ്ര്യം താഴ്മയാണ്. അപ്പോൾ താഴ്മയുള്ളവനാണ് യഥാർത്ഥ ആത്മീക ദരിദ്രൻ, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രനായവൻ. അതാണ് വേദപുസ്തകം പറയുന്ന ഒന്നാമത്തെ ആത്മീക ദാരിദ്ര്യത്തിന്റെ, ആത്മാവിൽ ദരിദ്രൻ എന്നുള്ളതിന്റെ ഒരർത്ഥം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനാണ് അതേ ദരിദ്രൻ. ആരാണ് ഈ താഴ്മയുള്ളവൻ? ഞാൻ ഒന്നുകൂടെ ഒന്നൊന്ന് വ്യാഖ്യാനിക്കാം. ആരാണ് താഴ്മയുള്ളവൻ? ആരാണ് താഴ്മയുള്ളവൻ? ഞാൻ എന്നിൽ തന്നെ ആരുമല്ല, എന്റെ കൈവശം യാതൊന്നുമില്ല എന്ന മനോഭാവത്തോടെ തൻ്റെ അയോഗ്യതകൾ മുഴുവൻ, തൻ്റെ ഒന്നുമില്ലായ്മകളും എല്ലാം സമ്മതിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവസന്നിധിയിൽ വരുന്നവന്റെ പേരാണ് താഴ്മയുള്ളവൻ. അപ്പോൾ ആത്മാവിൽ ദരിദ്രൻ ആരാണ്? അത് താഴ്മയുള്ളവനാണെന്ന് നമ്മൾ കണ്ടു. ആ താഴ്മയുള്ളവൻ ആരാണ്? താഴ്മയുള്ളവന്റെ ലക്ഷണം എന്താണ്? ഞാൻ എന്നിൽ തന്നെ ഒന്നുമില്ല, എന്റെ കൈവശം യാതൊന്നുമില്ല, എന്റെ അയോഗ്യതകളെല്ലാം സമ്മതിച്ചിട്ട്, എന്റെ ഒന്നുമില്ലായ്മകളെ മുഴുവൻ സമ്മതിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന് വീഴുന്നവന്റെ പേരാണ് താഴ്മയുള്ളവൻ. ഇവിടെ പറയുന്ന ആത്മീക ദാരിദ്ര്യം അതാണ്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് ഞാൻ വരുവാൻ, ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നില്ല, സമ്പൂർണമായി ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ യോഗ്യതയെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ എന്നിൽ തന്നെ അയോഗ്യനാണ്, എന്റെ കൈവശം യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് വരുന്നവന്റെ പേരാണ് താഴ്മയുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണോ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കഴിവിൽ പ്രശംസിക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പ്രശംസിക്കുന്നു? നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ഒരു മനോഭാവത്തോടെയാണോ വരുന്നത്? ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് കർത്താവേ എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവനായി
എൻ്റെ കൈവശം ഒന്നുമില്ല, എനിക്ക് കുറെ അയോഗ്യതകളല്ലാതെ വേറെ ഒന്നുമില്ല, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് അയോഗ്യതകൾ സമ്മതിച്ച് ഒന്നുമില്ലായ്മകൾ ഏറ്റു പറഞ്ഞുകൊണ്ടാണോ ദൈവസന്നിധിയിലേക്ക് വരുന്നത്? അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളാണ് ആത്മാവിൽ ദരിദ്രരായ ആ താഴ്മയുള്ളവർ. നമ്മൾ ഇന്ന് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ആത്മാവിൽ ദരിദ്രർ എന്നുള്ള ഈ പദപ്രയോഗം എങ്ങനെയാണ് അവിശ്വാസികളുമായി ബന്ധപ്പെടുന്നതെന്നും എങ്ങനെയാണത് വിശ്വാസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ഈ ദാരിദ്ര്യം എന്നുള്ളതിൻ്റെ ചില യവനായ പദങ്ങളുടെ നിർവചനങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കണം. ഇന്ന് നമ്മൾ എന്താണ് ആത്മാവിൽ ദരിദ്രർ എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അത് വേദപുസ്തക പശ്ചാത്തലത്തിൽ അതെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാണ് ആത്മാവിൽ ദരിദ്രർ. ആ താഴ്മ എന്താണെന്നുള്ളതാണ് ഞാൻ കുറച്ചുകൂടെ വ്യാഖ്യാനിച്ചത്. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, ഞാൻ എന്നിൽ തന്നെ ഒന്നും ഇല്ല എന്ന് സമ്മതിച്ച്, നമ്മുടെ അയോഗ്യതകൾ മുഴുവൻ സമ്മതിച്ച്, എന്നെ കൊണ്ട് ഒരു കാര്യവും കഴിയില്ലെന്ന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട്, നമ്മിൽ ആശ്രയിക്കാതെ ഒന്നുമില്ലായ്മകളെല്ലാം സമ്മതിച്ചു കൊടുത്ത് ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നിസ്സഹായകതയോടെ കൈകൾ മലർത്തിക്കൊണ്ടൊരുവൻ വരുന്നെങ്കിൽ അവനെ നോക്കി വേദപുസ്തകം പറയുന്നു, നീ ആത്മാവിൽ ദരിദ്രനാണ്. ആ ദരിദ്രനെ ആത്മാവിൽ സമ്പന്നനാക്കി മാറ്റാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. ആകയാൽ നമുക്കതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മീക ദാരിദ്ര്യത്തിലേക്ക്, അതിൻ്റെ ആ തലങ്ങളിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്താവിനായി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് തിരുവെഴുത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഇന്ന് ചിന്തിപ്പാനിടയായി. ഞങ്ങൾ എന്താണ് ആത്മീക ദാരിദ്ര്യം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാൻ ദൈവം സഹായിച്ചതിനായി ഈ പ്രിയപ്പെട്ടവരെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ വീണ്ടും ഈ ആത്മീക ദാരിദ്ര്യത്തിന്റെ അടുത്ത ചിന്തകളിലൂടെ പോകുവാൻ കർത്താവ് സഹായിക്കും. എല്ലാ മഹത്വവും കർത്താവ് എടുക്കും. ഇത് ഗ്രഹിപ്പാൻ ബുദ്ധിയെ തുറക്കണം. പ്രാർത്ഥന ഘട്ടത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. Thank you, Pastor. Thank you very much. Thank you very much. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും, നാം കേട്ട വചനങ്ങളോടും, പഠിച്ച വചനങ്ങളോടും, നമ്മളോട് ആമേൻ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പഠിപ്പിച്ച പ്രിയ കർത്താവിന്റെ ദാസനോടും ശുശ്രൂഷകളോടും കർത്താവിന്റെ വരവരെയും ഇന്നും എന്നേക്കും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എത്രത്തോളം ജയം തന്ന നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. Thank you. Thank you. Wish you all have a blessed day with the miracles. We will meet tomorrow morning as usual, if God willing. God bless you all. ജൂലി ആന്റി സുഖമായിരിക്കുന്നോ? കുഞ്ഞിനെങ്ങനെയുണ്ട്? കുഞ്ഞിനെ അതുപോലെ ഇരിക്കുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ. ഓക്കെ, പ്രാർത്ഥിക്കുക തുടർന്ന്. സാറ്റർഡേയിൽ ഇവിടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. ഇങ്ങനെ വരാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാത്തിനും ഒരു ദൈവം ഒരു വഴി തുറക്കട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കുന്നുണ്ട് ശക്തമായിട്ട്. വാതിൽ തുറക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം വഴി തുറക്കും. ഓക്കെ.